السلام عليكم ورحمة الله وبركاته. اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. വളരെ പ്രധാനപ്പെട്ട ഒരു സ്വപ്നവ്യാഖ്യാനം പറയാനാണ് ഇന്നത്തെ വിഷയം. സ്വപ്നവ്യാഖ്യാനം എന്നത് വളരെ വലിയ ഒരു ശാഖയാണ്. സ്വപ്നം കാണുന്ന സമയം, സ്വപ്നം കാണുന്ന ആൾ, അവരുടെ സാഹചര്യം ഒക്കെ സ്വപ്നം വ്യാഖ്യാനിക്കാൻ പരിഗണിക്കും. ഏതായാലും പൊതുവേയുള്ള ഒരു സ്വപ്ന വ്യാഖ്യാനമാണ് പറയുന്നത്. ഇന്നത് കണ്ടാൽ പൊതുവെ ഒരു 90% ഇങ്ങനെയായിരിക്കാനാണ് സാധ്യത. കൃത്യമായി സ്വപ്ന വ്യാഖ്യാനം പറയാൻ കഴിയും. ആർക്കെങ്കിലും നോക്കണമെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ നമ്പറിൽ കണ്ട സ്വപ്നം അറിയിച്ചാൽ മതി. പെട്ടെന്ന് പറയാൻ കഴിഞ്ഞെന്ന് വരില്ല, തിരക്ക് കൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് കഴിവിന് പരമാവധി ശ്രമിക്കും. ഇന്നത്തെ വിഷയം അവിവാഹിതർക്ക് വളരെ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം അവിവാഹിതരായ, കല്യാണം നോക്കുന്ന ആ സാഹചര്യത്തിലുള്ള ഒരു ആളാണ് ഈ സ്വപ്നം കണ്ടതെങ്കിൽ വളരെ സന്തോഷിപ്പിക്കുന്ന ഒരു വ്യാഖ്യാനമാണിത്. കാണേണ്ടത് മയിലിനെയാണ്. മയിൽ എന്ന ജീവിയെയാണ് കാണേണ്ടത്. അങ്ങനെ മയിൽ എന്ന ജീവിയെ ഒരാൾ സ്വപ്നം കണ്ടാൽ മഹാനായ ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു തങ്ങൾ അവിടുത്തെ ഗ്രന്ഥത്തിൽ പറയുന്നു, മയിൽ എന്നത് ഒന്നുകിൽ അറബി അല്ലാത്ത ഒരു പുരുഷൻ ആണ് ഉദ്ദേശിക്കുന്നത്, അതല്ലെങ്കിൽ സ്വത്ത്, സൗന്ദര്യം, അനുയായികൾ, ഇവയൊക്കെ മയിലിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. ഇനി പെൺമയിലാണ് ഒരാൾ കണ്ടതെങ്കിൽ അഴകുള്ള സ്ത്രീ എന്നതാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. അതായത് വിവാഹപ്രായമെത്തിയ, വിവാഹം നോക്കുന്ന ഒരു സ്ത്രീ, ഒരു പുരുഷൻ ഒരു പെൺമയിലിനെ സ്വപ്നം കണ്ടാൽ ഇൻഷാ അല്ലാഹ് അയാളുടെ കല്യാണം നടക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് സൗന്ദര്യമുള്ള നല്ല ഒരു സ്ത്രീ, അതായത് സൗന്ദര്യമുണ്ടാവും, അതിൻ്റെ കൂടെ നല്ല സ്വഭാവമായിരിക്കും. എല്ലാം കൊണ്ടും സൗന്ദര്യമുള്ള ഒരു സ്ത്രീ ആണ് നല്ല രീതിയിൽ മയിലിനെ കണ്ടാലുള്ള വിവക്ഷ. ഇനി സൗന്ദര്യമല്ലാത്ത വിരൂപിയായ ഒരു പെൺമയിലിനെയാണ് കണ്ടതെങ്കിൽ സ്നേഹം, ഇതോ പ്രൗഢി, ഇതൊന്നുമില്ലാത്ത സുന്ദരിയായ ഒരു സ്ത്രീ എന്ന് മനസ്സിലാക്കാം. അത് കാണാനുള്ള സൗന്ദര്യം മാത്രമേ ഉണ്ടാവൂ, മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇൻഷാ അല്ലാഹ് ഈ ഒരു സ്വപ്നം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സന്തോഷിക്കാം. നിങ്ങൾക്ക് ഉടനെ തന്നെ ഒരു നല്ല സുന്ദരിയായ ഒരു സ്ത്രീയെ വിവാഹം ചെയ്യാൻ കഴിയും എന്നാണ് ഉദ്ദേശിക്കുന്നത്. നല്ല സ്വപ്നം അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അള്ളാഹുവിൽ നിന്നുള്ള ഒരു അറിയിപ്പായിട്ട് നമുക്ക് കാണാം. കാരണം സ്വപ്നം എന്നത് സാധാരണ ഒരു സംഭവമല്ല. നുബുവത്തിൻ്റെ 46 അംശങ്ങളിൽ ഒന്നാണ് സ്വപ്നം എന്ന് പറയുന്നത്. പല ആളുകൾക്കും, അതായത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അടക്കം അള്ളാഹു, നമുക്കറിയാമല്ലോ, സ്വപ്നത്തിലൂടെയാണ് കാര്യങ്ങൾ മകനെ അറുക്കാനുള്ള നിർദ്ദേശം കൊടുത്തത്. പല നബിമാരും വലിയ വലിയ മഹത്തുക്കളും സ്വപ്നം കണ്ടിട്ടുണ്ട്. അതിന് വ്യാഖ്യാനം അതുപോലെ നടന്നിട്ടുമുണ്ട്. ഇൻഷാ അല്ലാഹ് ചില സന്ദർഭങ്ങളിൽ സാഹചര്യത്തിനനുസരിച്ചും സമയത്തിനനുസരിച്ചുമൊക്കെ സ്വപ്ന വ്യാഖ്യാനം മാറാം. കൃത്യമായി അറിയുന്നവൻ അള്ളാഹുവാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.